രണ്ടാം ബഹിരാകാശ നടത്തത്തിനൊരുങ്ങി മലയാളിയായ അനിൽ മേനോൻ. വൈകിട്ട് 6 മണിയോടെയാണ് ബഹിരാകാശ നടത്തത്തിന് തുടക്കമാവുക. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ യാത്രിക സോഫി അഡിനോയോടൊപ്പമാണ് അനിൽ മേനോന്റെ രണ്ടാം ബഹിരാകാശ നടത്തം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആന്റിന മാറ്റിവെക്കുകയാണ് നടത്തത്തിന്റെ ദൗത്യം. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിശദാംശങ്ങൾ. ഇപ്പോൾ അനിൽ മേനോൻ, മലയാള വേരുകളുള്ള അനിൽ മേനോൻ, എനിക്ക് തോന്നുന്നു കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ഒക്കെ ശേഷം ഇത്തരത്തിൽ ഭാരതീയ വേരുകളുള്ള ആൾക്കാർ ഇത്തരത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശത്തൊക്കെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ബഹിരാകാശ നടത്തത്തിന് അനിൽ മേനോൻ ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് ഈ ഒരു ദൗത്യത്തിന്റെ പിന്നിൽ വിശദാംശങ്ങൾ? ഐസൺ. അമൽ, ഇന്ന് 6:05 അതായത് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ ബഹിരാകാശ നടത്തം യാഥാർത്ഥ്യമാവുക. അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അത് പലതരത്തിലുള്ള ഒരുക്കങ്ങളുണ്ട്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഹാച്ചുകൾ തുറക്കുന്നു. ഹാച്ചുകൾ തുറന്നതിന് ശേഷം ബഹിരാകാശത്തേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം മറ്റ് പ്രവർത്തനങ്ങളിലേക്ക്, ബഹിരാകാശ നടത്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു നടപടികളുടെ ഭാഗമായി ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവ വികാസം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ബഹിരാകാശ നടത്തമാണ് അനിൽ മേനോന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നേരത്തെ 6-ാം തീയതിയാണ് ഈ ബഹിരാകാശ നടത്തം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. 1-ാം സ്പേസ് സ്യൂട്ടിൽ അനിൽ മേനോനും 2-ാം സ്പേസ് സ്യൂട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹയാത്രിക സോഫി അഡിനോയുമാണ് ഉണ്ടാവുക. അവരാണ് യൂറോപ്പിലെ ആദ്യ വനിതാ ബഹിരാകാശ നടത്തം നടത്തുന്ന വ്യക്തി എന്ന ഒരു പ്രത്യേകത കൂടി ഈ യാത്രയ്ക്കുണ്ട്. അത്തരത്തിലുള്ള ചില ചരിത്ര സംഭവങ്ങളാണ് അനിൽ മേനോനെ സംബന്ധിച്ചിടത്തോളം 2-ാമത്തെ ബഹിരാകാശ നടത്തം കൂടിയാണ്. ഈ നടത്തത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അവിടെ എത്തിയതിന് ശേഷം ഈ ഭൂമിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആൻറ്റിനെ മാറ്റിവെക്കുകയാണ്. ഏറ്റവും നിർണായകമായൊരു ഘടകമാണ്, ഉത്തരവാദിത്വമാണ് നിർവഹിക്കാനുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് 7-ാം തീയതിയുമായി നടന്ന ആ നടത്തത്തിൽ, ഇന്ത്യൻ സമയവും ഇന്ത്യൻ ദിവസങ്ങളെ കണക്കാക്കുമ്പോൾ 6-ഉം 7-ഉമായി നടന്ന നടത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടന്നത് അവിടെയുള്ള പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികളായിരുന്നു. ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ആൻറ്റിനെ മാറ്റിവെക്കലാണ്. ഇനി ഒരു ബഹിരാകാശ നടത്തം കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി. അതിൽ അനിൽ മേനോൻ ഉണ്ടാകുമോ എന്നറിയാൻ സാധിക്കില്ല. എന്ത് തന്നെയായാലും മലയാളിയായ ഒറ്റപ്പാലത്ത് വേരുകളുള്ള അനിൽ മേനോൻ്റെ 2-ാം ബഹിരാകാശ നടത്തത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം തന്നെ ആ ബഹിരാകാശത്ത് നടക്കാനുള്ള സൂട്ടുകൾ ധരിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. പുറത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന, റിഹേഴ്സൽ നടത്തുന്ന ദൃശ്യങ്ങളാണ്. ഏതാണ്ട് 6.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായിരിക്കും ഇതിൻ്റെ ഭാഗമായി നടക്കുക, ബഹിരാകാശ നടത്തത്തിൻ്റെ ഭാഗമായി നടക്കുക. അത്തരത്തിൽ ആ നടത്തത്തിന് ശേഷം 6.5 മണിക്കൂർ നീണ്ട ദൗത്യത്തിന് ശേഷം ദൗത്യം പൂർത്തിയാക്കി ഇവർ തിരിച്ച് ബഹിരാകാശ നിലയത്തിൽ തന്നെ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ 2-ാമത്തെ ബഹിരാകാശ നടത്തത്തിനെ, അതും ആൻറ്റിനെ മാറ്റിവെക്കുക, അത്തരത്തിലുള്ള ചില അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും ഭൂമിയുമായുള്ള സമ്പർക്കം പുലർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ ഘടകമാണ്. ആ ഘടകം മാറ്റിവെക്കുക എന്ന ഒരു ഉത്തരവാദിത്തമാണുള്ളത്. 6.5 മണിക്കൂർ തന്നെയാണ് നേരത്തേതുപോലെ ഈ ബഹിരാകാശ നടത്തത്തിൻ്റെയും ദൈർഘ്യം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അമൽ. യെസ്, വ്യക്തമാണ് ഐസൺ. ബഹിരാകാശത്ത് സ്പേസ് വാക്ക് നടത്തുന്ന ആദ്യ മലയാളിയാണ് അനിൽ മേനോൻ. അദ്ദേഹത്തിന്റെ 2-ാം ബഹിരാകാശ നടത്തത്തിന് ഒരുങ്ങുകയാണ് അദ്ദേഹം. കൃത്യം 6:05 ബഹിരാകാശ നടത്തം തുടക്കമാവുക. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ യാത്രിക സോഫി അഡിനോടൊപ്പമാണ് അനിൽ മേനോന്റെ 2-ാം ബഹിരാകാശ നടത്തം. 6:05 തന്നെ ഈ ഒരു നടത്തം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ